2019 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് കേരളത്തെ ആകമാനം ഞെട്ടിച്ച അതിനിഷ്ഠൂരമായ ഈ കൊലപാതകം കല്യോട്ട് നടന്നത്. 2 ചെറുപ്പക്കാർ അതിദാരുണമായിട്ടാണ് കൊല്ലപ്പെട്ടത്. ആ കൊലപാതകം നടന്നിട്ടിപ്പോൾ 6 വർഷം പൂർത്തിയാകാൻ പോകുന്നു. ഇപ്പോൾ ജനുവരി മാസമാണ്, ഫെബ്രുവരി 17-ാം തീയതി ആകുമ്പോൾ അവർ കൊല ചെയ്തിട്ട് 6 വർഷം പൂർത്തിയാകുന്നു. കേരള ഗവൺമെൻറ്, ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ് ഈ കേസ് അന്വേഷണ ചുമതല ഏറ്റെടുത്തത്. 3-4 പ്രാവശ്യം അന്വേഷണ ഏജൻസികളെ അവർ മാറ്റാൻ കാരണം അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്ന ഓരോ വ്യക്തികളും കേസിൻ്റെ ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ അവരെയൊക്കെ മാറ്റി അവസാനം കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. അപ്പോഴാണ് കുടുംബത്തിനും പാർട്ടിക്കും ബോധ്യമായത്, ഈ കുറ്റപത്രവുമായി മുന്നോട്ട് പോയാൽ പ്രതികളെല്ലാവരും രക്ഷപ്പെടും, ആരും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ കേസ് CBIക്ക് വിടണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത്. ആ കുടുംബത്തെ പാർട്ടി അവരോടൊപ്പം നിന്നത്. അങ്ങനെയാണ് ഈ കേസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ വന്നത്. സിംഗിൾ ബെഞ്ചിൽ വന്നു കഴിഞ്ഞ് ഈ കേസ് CBIക്ക് വിടാതിരിക്കാൻ ഈ കേസിൻ്റെ അവസാന നാൾ വഴി വരെ 1,14,00,000 രൂപയാണ് ഖജനാവിൽ നിന്ന് ഒരു ഗവൺമെൻറ് ചെലവാക്കിയത്. ഈ കേസിലെ മുഴുവൻ പ്രതികളും മാർക്സിസ്റ്റുകാരാണ്. മാർക്സിസ്റ്റ് പാർട്ടി ആദ്യമായി നടത്തുന്ന ഒരു കൊലപാതകമല്ല കല്യോട്ട്. നിരവധി കൊലപാതക പരമ്പരകൾ നടത്തിയിട്ടുണ്ട്. അതിലെ പ്രതികളെയെല്ലാം രക്ഷിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് നിയമസഹായം കൊടുത്തിട്ടുണ്ട്. പ്രതികളെ കുടുംബത്തെ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. അത് അവരുടെ പാർട്ടിയുടെ കാര്യമാണ്. പക്ഷെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പാർട്ടി നടത്തിയ ഒരു കൊലപാതകത്തിലെ പ്രതികളെ രക്ഷിക്കാനാണ് കേരളത്തിലെ നികുതിദായകരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന 1,14,00,000 രൂപ സംസ്ഥാന ഗവൺമെൻറ് ഈ കേസിലെ പ്രതികളെ രക്ഷിക്കാനും ഈ കേസ് CBIക്ക് വിടാതിരിക്കാനും ഡൽഹിയിൽ നിന്ന് വക്കീലന്മാരെ അവിടെ കൊണ്ടുവന്ന് 5 നക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച് അവിടെ ഫീസിനത്തിൽ മാത്രം 1,14,00,000, ബാക്കി ആഡംബരത്തിനുള്ള കാശ് വേറെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലരും ചോദിക്കുന്നുണ്ട്, ഈ കേസ് CBIക്ക് പോയിട്ട് എന്തായി? സിംഗിൾ ബെഞ്ചിൻ്റെ വിധി മാത്രം പഠിച്ചാൽ മതി ഈ കേസ് CBIക്ക് പോയതുകൊണ്ട് എന്താ പ്രയോജനം എന്നുള്ളത്. എന്താണ് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി? സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയിൽ പറഞ്ഞത്, കേരളത്തിലെ ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ ഈ കുറ്റപത്രം പ്രതികളുടെ മൊഴി വേദവാക്യമായിട്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയത്. ഈ കുറ്റപത്രം വിചാരണയ്ക്ക് പോയാൽ, ട്രയലിന് പോയാൽ പ്രതികളൊക്കെ രക്ഷപ്പെടും. പറഞ്ഞതാരാ? കോടതിയാ പറഞ്ഞത്. കുറ്റപത്രം തയ്യാറാക്കിയത് പ്രതികളുടെ മൊഴികൾ വേദവാക്യമായിട്ടാണ്. ഈ കുറ്റപത്രം ട്രയലിന് പോയാൽ, വിചാരണയ്ക്ക് പോയാൽ പ്രതികളെല്ലാം രക്ഷപ്പെടും. അതുകൊണ്ട് കുറ്റപത്രം റദ്ദു ചെയ്യുന്നു, ഈ കേസ് CBIക്ക് വിടുന്നു. കുടുംബം ആദ്യം വിജയിച്ചു, പാർട്ടിയും വിജയിച്ചു. പക്ഷേ ഗവൺമെൻറ് വിട്ടില്ല. പ്രതികളെ വീണ്ടും CBIക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ, കേസ് CBI ഏറ്റെടുക്കാതിരിക്കാൻ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി. ഡിവിഷൻ ബെഞ്ചും ഈ കേസ് CBIക്ക് വിടാൻ തീരുമാനിച്ചു. കേരള ഗവൺമെൻറ് പിന്നോട്ട് പോയില്ല. അവർ വീണ്ടും ഈ കേസ് സുപ്രീം കോടതി കൊണ്ടുപോയി. സുപ്രീം കോടതിയും ഈ കേസ് CBIക്ക് വിടാൻ തീരുമാനിച്ചു. ആ നിയമ പോരാട്ടത്തിൽ ഞങ്ങൾ ആദ്യത്തെ ഘട്ടം ഈ കേസ് CBIക്ക് വിട്ടതോടുകൂടി വിജയിച്ചു. 6 വർഷക്കാലമാണ് ഈ പോരാട്ടം നടന്നത്. മറ്റെല്ലാ കേസിൽ നിന്നും വിഭിന്നമായി, വ്യത്യസ്തമായി ഈ കേസിൽ CBI പ്രതി ചേർക്കപ്പെട്ട ഒറ്റ പ്രതിക്കും ഇന്ന് വരെ ജാമ്യം കിട്ടിയിട്ടില്ല, പരോള് കിട്ടിയിട്ടില്ല. ഒരേ ഒരാളിനാണ് പരോള് കിട്ടിയത്. ഈ കേസിൻ്റെ ഗൗരവം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എല്ലാ കൊലപാതക കേസിലും ആളുകൾക്ക് ജാമ്യം കിട്ടാറുണ്ട്, പരോൾ അനുവദിക്കാറുണ്ട്. പക്ഷെ കല്യോട്ട കേസിൽ ഒരൊറ്റ പ്രതിക്ക് മാത്രമാണ് പരോൾ കൊടുത്തത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ. എല്ലാവരും അകത്തായിരുന്നു. എല്ലാ പ്രതികളും ഇന്ന് വരെ ജയിലിലായിരുന്നു. ഇപ്പോൾ വിധി പുറത്തു വന്നിരിക്കുന്നു. 14 പ്രതികളിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. ഞങ്ങൾ വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്, വധശിക്ഷയാണ് കിട്ടുമെന്ന് ഞങ്ങളെല്ലാം കരുതിയത്. അത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത്. പക്ഷേ ഇരട്ട ജീവപര്യന്തം കൊടുത്തു. ആ ഇരട്ട ജീവപര്യന്തം കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. പരിപൂർണമായി തൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ വധശിക്ഷ പ്രതീക്ഷ ആളുകൾക്ക് ഇരട്ട ജീവപര്യന്തം കിട്ടിയാൽ. പക്ഷേ
ഇരട്ട ജീവപര്യന്തത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. പൂർണ്ണ തൃപ്തിയില്ല എങ്കിൽ പോലും സംതൃപ്തരാണ്. മാത്രമല്ല, ഇതിനകത്ത് 4 പ്രതികൾ ഉന്നതന്മാരാണ്. ഒരാൾ XMLA 2 പ്രാവശ്യം, ഒരാൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വെളുത്തോളി രാഘവനും വെളുത്തോളി ഭാസ്കരനും ഏരിയ കമ്മിറ്റിയുടെ നേതാക്കന്മാർ, ഇവിടെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ എല്ലാം പാർട്ടിക്കാരാണ്. ഇവിടെ ഒരു വിരോധാഭാസം ഉണ്ടായി. ആ വിരോധാഭാസം എന്ന് പറയുന്നത്, ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയായി 14 പ്രതികൾ 24 പ്രതികളിൽ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തി. 10 പേരെ വിട്ടയച്ചു. സാധാരണഗതിയിൽ ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, കുറ്റവാളികളാണെന്ന് കോടതി വിധിച്ചാൽ ആ കുറ്റവാളികളായി വിധിക്കപ്പെടുന്നവരെ അപ്പോഴേ ജയിലിലേക്ക് പറഞ്ഞയക്കും. ഈ കാര്യത്തിൽ 4 പേരെ ജയിലിലേക്ക് വിട്ടില്ല. 4 പേർക്ക് ജാമ്യം കിട്ടിയിരുന്നു. അവർ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തിയാൽ ജാമ്യം റദ്ദു ചെയ്യണം, അവരെ ജയിലിലേക്ക് അയക്കണം. ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ ജയിലിൽ നിന്ന് പോലീസ് അകമ്പടിയോടുകൂടിയാണ് ആ 4 പേർ കോടതിയിലേക്ക് വരേണ്ടത്. അപ്പോൾ ഒരു പ്രൊസീജിയർ ഡിഫക്റ്റ് ജഡ്ജ്മെൻറ്റിൽ വന്നിരിക്കുന്നു, ജഡ്ജിക്ക് പറ്റിയിരിക്കുന്നു. പ്രൊസീജിയർ നിയമമനുസരിച്ച്, കീഴ്വഴക്കമനുസരിച്ച് ഒരു കൊലക്കേസിലെ പ്രതികൾക്ക് കുറ്റവാളികളാണെന്ന് കോടതി വിധിച്ചാൽ വിധിക്കുന്ന എല്ലാ പ്രതികളെയും നേരെ ജയിലിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷെ 4 പേര് ജയിലിൽ പോയില്ല. 4 പേർക്ക് ആ ജാമ്യം തുടർന്നു. ഇന്ന് ആ 4 പേരെ 5 വർഷം തടവിന് വിധിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ടല്ല ഈ കേസ് രജിസ്റ്റർ ചെയ്ത്. അന്ന് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നിട്ടില്ല. ഇതിനകത്ത് വന്നിരിക്കുന്ന IPC ഇന്ത്യൻ പീനൽ കോഡ് 302, പിന്നെ വന്നിരിക്കുന്ന IPC 120B, പിന്നെ വന്നിരിക്കുന്ന IPC 225. അപ്പോൾ ഇപ്പോൾ വധശിക്ഷ കിട്ടാവുന്ന കേസ്, ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം കിട്ടിയ കേസ്, ആ കേസിലെ പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാവുന്ന കുറ്റം, ജീവപര്യന്തം തടവ് കിട്ടാവുന്ന കുറ്റം, ആ കുറ്റം ചെയ്ത പ്രതികളെ പോലീസ് ജീപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കി അവരെ അവരുടെ തെളിവുകൾ നശിപ്പിക്കാൻ വസ്ത്രങ്ങൾ, ആയുധങ്ങളെല്ലാം മാറ്റി. ആരാ മാറ്റിയത്? ഒരു XMLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഏരിയ നേതാവ്, ലോക്കൽ നേതാവ്.